ഒരാൾ നമ്മൾ ഗീബത്ത് പറഞ്ഞാൽ അയാൾ കണ്ട് പൊരുത്തപ്പെടിക്കണം. 60 കൊല്ലം കഴപ്പറ്റ് എടുത്ത് വെച്ച് അള്ളാഹോട് ദ്വാരക്കല്ല വേണ്ട, അയാൾ കണ്ട് പൊരുത്തപ്പെടിക്കണം. ഒരാൾ സുബീസ്കരിച്ചിട്ട് പള്ളിയിൽ ഇങ്ങനെ പോകുമ്പോൾ രണ്ടാൾ കൂടി ഇങ്ങനെ പോകുമ്പോൾ വേറെ ആൾ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യന്റെ വീട് നോക്കി ഇവൻ മറ്റേ ആളോട് ആ ചങ്ങായി സുബീ കണിക്കൂല, ഇവന്റെ സുബീ പോയി ഉറക്കും പോയി, അവന് സുബീ കിട്ടി ഉറക്കും കിട്ടി മണ്ടത്തരുന്നല്ലാതെ ആലോചിച്ചു. നമ്മൾ ഈ ഭാഗത്ത് അങ്ങോട്ടേക്ക് പോകില്ലേ? ഒരാളെ ഗണ്ണിങ്ങനെ പിടിച്ചിട്ട് ഒരു തീവ്രവാദി പറഞ്ഞ് നീ ഇപ്പം നിന്റെ നോമ്പ് വെച്ചിട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലും, അങ്ങനെ പിടിച്ച് വെള്ളം കുടിച്ചാൽ നോമ്പ് അറിയും ഇല്ല. പബ്ലിക് റാഹിന്റെ 3 ശബ്ദം അറിയാലോ, അതൊക്കെ വെച്ച് നോക്കും പറയൂല. ഇപ്പം കൊല്ലുന്ന പറഞ്ഞത് കൊല്ലാനായ കഴിവുണ്ട്. അങ്ങനെയൊക്കെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചപ്പോൾ ഭാര്യ ഇന്നോവയിൽ പോകുമ്പോൾ 2-3 ഗുണ്ടകൾ വന്നിട്ട് പറഞ്ഞു നിന്റെ ഭാര്യനെ നമ്മുടെ ചെങ്ക് കോളേജിൽ നിന്ന് നോക്കി വെച്ച് ലവ് ആക്കിയതായിരുന്നു, നീ എൻ്റെ കൊല കെട്ടി ഇപ്പം കൊല്ലം തൊലാക്കില്ല, പിടിച്ച് തൊലാകാവും ഇല്ല. എന്നൊരാണിന് വേണ്ടി റൂമിൽ പൊട്ടിട്ട് ഗണ്ണിങ്ങനെ മുഴുവൻ നിർത്തിയിട്ട് ഇപ്പം കൊല്ലം രണ്ടാമത്തിന് വ്യതിചിച്ചില്ലെങ്കിൽ വിചാരിക്കാൻ പറ്റും, അത് പറ്റില്ല. അയ്യേ ഇതൊരു വൃത്തിയാണ്. എന്നാൽ അൽ ഗീബത്തു അശദ്ദു മിന സിന, മനുഷ്യന്മാരെ കുറ്റം പറയൽ വ്യഭിചാരത്തിനേക്കാൾ വലിയ തെറ്റാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മനുഷ്യന്മാരെ കുറ്റം പറയും, ആരെയും കുറ്റം പറയും, ഇമോജി ആയാലും ശരി, ട്രോളായാലും ശരി, എന്തായാലും ശരി, ആരെയും കുറ്റം പറയും. എല്ലാവരോടും നല്ല